ഹായ്, നമസ്കാരം. ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അതായത് ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ, അതായത് ഇപ്പോഴ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആക്ച്വലി ഇപ്പോൾ എന്താ പറയുക, ഡിഗ്രി കഴിഞ്ഞിട്ടും അതേപോലെ പോളിടെക്നിക്സ് അല്ലെങ്കിൽ IT കഴിഞ്ഞിട്ടും ജോലിക്ക് സാധ്യതയില്ലാതെയും ജോലിക്ക് ശ്രമിക്കുന്നതും, അതേപോലെ ഈ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ജോലിക്ക് സാധ്യത കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രോബ്ലംസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് വിത്ത് പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടുള്ള. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് വെച്ചാൽ ഇപ്പം റൺ ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി 4.0 എന്നുള്ള രീതിയിലാണ് ഇൻഡസ്ട്രി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ IoT ലെവലിലാണെങ്കിലും AI ലെവലിലാണെങ്കിലും, അതായത് സൈബർ ലെവലിലാണെങ്കിലും, റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞും എല്ലാം ഫുള്ളി ഓട്ടോമേഷനാണ്. അപ്പോൾ ഓട്ടോമേഷൻ കാലഘട്ടം ഓൾറെഡി ഇതിന് മുമ്പ് ഒരു 2-3 വർഷം ഒരു 4-5 വർഷം മുന്നേ ഓൾറെഡി റോബോട്ടിക്സ് പണ്ട് കാലത്തെ ഉണ്ട്. ഒരു 25 ഇയേഴ്സ് മുതലേ റോബോട്ടിക്സിൻ്റെ ഇൻഡസ്ട്രി ലെവലിൽ, പ്രൊഡക്ഷൻ ലെവലിൽ റോബോട്ടിക്സ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് ഒരു പ്രാബല്യത്തിൽ വരാൻ തുടങ്ങിയത് ആക്ച്വലി കൂടുതൽ. അതായത് ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 8 വർഷം കൊണ്ട്, ഒരു 10 വർഷം കൊണ്ടാണ് ഈ റോബോട്ടിക്സിൻ്റെ കാലങ്ങൾ കുറച്ച് ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ AI IoT എല്ലാം വന്നതിന് ശേഷം ലോട്ട് ഓഫ് റിക്വയർമെൻറ്റ്, അതായത് സ്റ്റാഫ് റിക്വയർമെൻറ്റിൻ്റെ, എംപ്ലോയീസ് റിക്വയർമെൻറ്റിൻ്റെ ആക്ച്വലി ഇപ്പോഴും ഉണ്ട് ഓൾറെഡി. അപ്പം അധിക കമ്പനികൾ ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓട്ടോമേഷനാണ്, അതായത് ഫുൾ റോബോട്ടിക്സ് ആണ്. പിന്നെ അതേപോലെ ഇലക്ട്രോണിക്സ് ആയിക്കഴിഞ്ഞാലും, കൺസ്യൂമർ പ്രൊഡക്ട്സ് ആയിക്കഴിഞ്ഞാലും, എന്ത് വേണമെങ്കിലും മാസ് പ്രൊഡക്ഷൻ ലെവലിൽ പോകുന്നതാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രി എക്സ്പേർട്സ്, അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികളോ അല്ലെങ്കിൽ +2 ഫെയിലായ കുട്ടികളാണെങ്കിലോ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ട് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ മെട്രോളജി, അതേപോലെ റിവേഴ്സ് എഞ്ചിനീയറിങ്, 3D സ്കാനിങ്, 3D പ്രിൻറ്റിങ്, അതുപോലെ ടൂൾ ഡിസൈനിങ്, ടൂൾ എഞ്ചിനീയറിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്, അതുപോലത്തെ ഷോർട്ട് ടേം കോഴ്സസുകൾ ഞങ്ങളിവിടെ ഓൾറെഡി അതായത് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ആൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ഭാഗമായിട്ട് തന്നെ ഇൻഡസ്ട്രി ബേസ്ഡ് പ്രാക്ടിക്കൽ ഇത് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ 100% പ്ലേസ്മെൻറ്റും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ട്രെയിനിങ് കഴിഞ്ഞ കൂടെ തന്നെ ഡയറക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് പ്ലേസ്മെൻറ്റ് കൂടി ചെയ്യുന്ന രീതിയിലാണ് ഇതിപ്പോൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പം മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇതിലിപ്പം IT ഫിറ്റർ ലെവലുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം, അതേപോലെ പോളി കഴിഞ്ഞിട്ടുള്ള ടീമിനും കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം സിവിലായിക്ക് പാർക്കെല്ലാം മെക്കാനിക്കൽ ലെവലിൽ ഇൻട്രസ്റ്റ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ പ്രോഗ്രാമിന് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ഒന്ന് മെയിനായിട്ട് എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഇൻഡസ്ട്രി ബേസ്ഡ് ആണ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ തിയറി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്, പ്രാക്ടിക്കലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആക്ച്വലി വിത്ത് ഇൻഡസ്ട്രി ബേസ്, അതായത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും, പ്രാക്ടിക്കലിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോഴ്സുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിന് താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.